ഇതൊരു പ്ലാൻ ചെയ്ത് ചെയ്യുന്നൊരു വീഡിയോ അല്ല. നിങ്ങളൊരു നോൺ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, നിങ്ങളുടെ മനസ്സിലൊരു പർട്ടിക്കുലർ പേഴ്സൺ ഉണ്ടെങ്കിൽ ആ പേഴ്സണിൻ്റെ നിങ്ങളോടുള്ള തോട്ട്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതറിയാൻ വേണ്ടിയുള്ളൊരു വീഡിയോയാണിത്. ഒക്കെയാണെങ്കിൽ ഇവരുടെ ഇപ്പോൾ കറണ്ട് തോട്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, എന്തൊക്കെയാണ് ഇവരുടെ മെയിൻ തോട്ട്സ് എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഓക്കെ, ഇവർ ആക്ച്വലി ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഇവർക്ക് തന്നെ വലിയ ഐഡിയ ഇല്ല ഈ കണക്ഷനെ കുറിച്ച്, ഇവർ എന്ത് ചെയ്യണം എന്ന്. ഇവർക്ക് ഒരുപാട് ഡീപ്പായിട്ട് ഫീലൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതിനേക്കാളും ഒരുപാട് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് തന്നെ തോന്നുവാണ് ഇവരൊരിക്കലും വൾണറബിൾ ആവരുത്, ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ എക്സ്പോസ്ഡ് ആവാനായിട്ടുള്ള ഒരു ധൈര്യം ഇവർക്കില്ല. അതുകൊണ്ടാണ് ഇവർ മെയിനായിട്ട് ഹൈഡ് ചെയ്ത് നിൽക്കുന്നത്. ഇനി പക്ഷേ ഇവർ നിങ്ങളിൽ നിന്നൊരു ഫ്യൂച്ചറൊക്കെ കാണുന്നുണ്ട്. അത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവർ ഒരു ഫ്യൂച്ചറിൽ ഒരുപാട് പ്ലാൻ ഉണ്ട് ഇവർക്ക്. ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു കുറച്ച് നാളത്തേക്ക് കൊണ്ട് നടക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയൊന്നും ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതിൽ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഒട്ടും ട്രൂ ആയിട്ടല്ല ബിഹേവ് ചെയ്യുന്നത്. ഏതോ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ കാണിക്കുന്ന ഒരു മാസ്ക് അത് നിങ്ങൾ വിശ്വസിച്ചു, പക്ഷെ അതല്ല അപ്പോൾ ഇവർക്കൊരു സംശയമുണ്ട്, ആ മാസ്കിൻ്റെ അകത്ത് നിന്ന് ഇവർ പുറത്തു വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഒറിജിനലി അവരെ നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്ന് അവർക്കൊരു ഡൗട്ടുണ്ട്. ഇവരുടെ ആ ഒരു ഫിയർ, എന്താകും, ഇവരെന്നെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ആ ഒരു ഫിയർ കാരണമാണ് മെയിനായിട്ട് ഇവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ടൊരു പേടി. അതുകൊണ്ടാണ് ഇവർ തന്നെ ഒരു നോൺ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ നോൺ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും ഒരു ഫാൾസ് മാസ്ക് ആണെങ്കിൽ കൂടിയും ഇവർക്ക് നിങ്ങളോടൊരു ഇഷ്ടമുണ്ട്. ഇവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ഇവർ ആക്ച്വലി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുമുണ്ട്. പലപ്പോഴും ഇവർ കുറേ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോപ്പപ്പ് ചെയ്ത് വരുന്നുണ്ട്. അവർ പല വർക്ക് ചെയ്യാൻ നോക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തോട്ട്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോപ്പപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് അവരിപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും, അവരെ ഒന്ന് പോയി കോൺടാക്ട് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇത് വളരെ ഒരു കാർമിക് ആയിട്ടുള്ള ഒരു കണക്ഷനാണിത്. ഈ കണക്ഷൻ ഫ്യൂച്ചറിൽ ഒരു നല്ല രീതിയിൽ പോയാൽ കൂടിയും നിങ്ങൾ തമ്മിലുള്ള യൂണിയൻ നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുപാട് കാർമിക് ടെസ്റ്റ് നേരിടേണ്ടതായിട്ട് വരും. നിങ്ങൾ രണ്ടുപേരിലും കുറച്ച് ചേഞ്ചസ് വരാനുണ്ട്. ആ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിലെ ഒരു യൂണിയൻ ഇവിടെ നടക്കുന്നുള്ളൂ. ഈ ഒരു കണക്ഷനോട് നിങ്ങളുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് പറയുന്നത് ഓവറായിട്ട് ഇമോഷണൽ ആവാതിരിക്കുക. ഈ ഒരു കണക്ഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ ഒരു സോഫ്റ്റ് ഹാർട്ടഡ് ഫീലിംഗ് ആണ് വരുന്നത്. നിങ്ങൾക്ക് തോന്നുവാണ് ഇതൊരു ഡിവൈൻ യൂണിയൻ ആണ്, നിങ്ങളുടെ സോൾമേറ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കണക്ഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഇമോഷണൽ പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളൊരു വർക്കിന് വേണ്ടി നോക്കുന്നവരാണെങ്കിൽ വർക്കിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്തു പോകാൻ നോക്കുക. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ബിൽഡ് ചെയ്യുക, ഒരു സ്കില്ല് ബിൽഡ് ചെയ്യുക, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഈ ഒരു കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ജഗിൾ ചെയ്ത് അതിനെക്കുറിച്ച് ആകുലപ്പെട്ട് ഇരിക്കുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാർമിക് കണക്ഷനാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ അവർ പഠിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ലേൺ ചെയ്യാനുണ്ട്. ഈ ലെസൺസ് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ യൂണിയൻ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനൊരു ടൈം വേണം. അപ്പോൾ നിങ്ങളിതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജഗിൾ ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടന്ന് ഇതിങ്ങനെ പിന്നെ റീവൈൻഡ് അടിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ കറൻ്റ്ലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വർക്കിലും നിങ്ങളുടെ കാര്യത്തിലും ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഹോബി എടുക്കാനായിട്ട് പിന്നെയും നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം മാക്സിമം എൻജോയ് ചെയ്യുക. ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. അതുപോലെ എപ്പോഴും ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുക. അതായത് നമ്മളിൽ നിന്ന് ആൾക്കാർക്ക് കൂടുതൽ കൊടുക്കാതെ നമ്മളൊരു റിസീവിങ് എൻഡിലും കൂടെ നിൽക്കാൻ ശ്രമിക്കുക. എനിക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ ചിലപ്പോൾ മെറ്റീരിയൽ ആയിട്ടുള്ള മണി ആയിരിക്കാം, ഫുഡ് ആയിരിക്കാം, ക്ലോത്ത്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കും, നിങ്ങളുടെ തോട്ട്സ് ആയിരിക്കും, നിങ്ങളുടെ എനർജി ആയിരിക്കും. നിങ്ങൾ ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ഓവർ ഗിവ് ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരു ബാലൻസിങ് വരുന്നില്ല.
നിങ്ങൾ ഒരു സൈഡിൽ കൂടെ നിങ്ങളുടെ എനർജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, മറ്റേ സൈഡിൽ കൂടെ റിസീവ് ചെയ്യുന്നില്ല. സോ നിങ്ങൾ ഡ്രെയിൻഡ് ആവുകയാണ്. അപ്പോൾ ഈ തോട്ട്സ് ഇങ്ങനെ നിങ്ങൾ ഡ്രെയിൻ ചെയ്യുകയാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ കണക്ഷന് കുറച്ച് ടൈം വേണം. സോ ടൈം കൊടുക്കുക, ആ ടൈം ഉള്ള ആ ഒരു പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യുക. അത്രയും ടൈമിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുക.